ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് 5-ന്റെ 1 മുതൽ 11 വരെ. ഗെനേസറത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കയിൽ 2 പടക് കരയ്ക്കടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻപിടിക്കാർ ഇറങ്ങി വല കഴുകുകയായിരുന്നു. ആ പടകുകളിൽ ശീമോനുള്ളതായ ഒന്നിൽ അവൻ കയറി. കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ശീമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവൻ മറ്റേ പടകിലുള്ള കൂട്ടാളികൾ വന്ന് സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്നു പടക് 2 മുങ്ങുമാറാവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടുപോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അവനും അവനോടുകൂടെയുള്ളവർക്ക് എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശീമോൻ്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശീമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നീ മനുഷ്യരെ പിടിക്കുന്നവനാകുമെന്ന് പറഞ്ഞു. പിന്നെ അവർ പടകുകളെ കരയ്ക്ക് അടുപ്പിച്ചിട്ട് സകലവും വിട്ട് അവനെ അനുഗമിച്ചു. മതി. അനുഗ്രഹിക്കപ്പെട്ടൊരു വേദഭാഗമാണിത്. നമുക്കെല്ലാവരും പരിചയമുള്ളതും പലതവണ നമ്മൾ കേട്ടിട്ടുള്ളതുമായൊരു വേദഭാഗമാണിത്. ഈ വേദഭാഗത്തെ ക്രിസ്തുവിൻ്റെ പുനഃസ്ഥാപനം എന്ന് നമുക്ക് വേണമെങ്കിൽ നാമകരണം ചെയ്യാം. കർത്താവിടെ ചെയ്തൊരു പുനഃസ്ഥാപനമാണ്. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ കൈവെള്ളയിൽ നിന്ന് ചിലതൊക്കെ ചോർന്നു പോകുന്ന പോലെ നമ്മൾ ഏറ്റവും വിലയേറിയതെന്ന് മുറുകെ പിടിച്ചിരുന്ന ചിലത് വിരലുകൾക്കിടയിലൂടെ ചോർന്നു പോകുന്നത് പോലത്തെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അങ്ങനെയുള്ള സ്റ്റോറികൾ ഒത്തിരി നമുക്ക് പറയാനുണ്ടായിരിക്കാം. നമ്മൾ ഇന്ന് താമസിക്കുന്ന ലോകം തകർന്ന ഒരു ലോകമാണ്. പൊട്ടിത്തകർന്ന ബന്ധങ്ങൾ, പൊട്ടിത്തകർന്ന ജീവിത സാഹചര്യങ്ങൾ, പൊട്ടിത്തകർന്ന വ്യക്തി ജീവിതങ്ങൾ, തല ഉയർത്തി നടക്കാൻ പോലും കഴിയാത്ത ഭാരവും ചുമന്നുകൊണ്ട് നടക്കുന്നവർ, അങ്ങനെയുള്ള തകർന്നവരെ കൊണ്ട് നിറഞ്ഞ ഈ ലോകത്ത് ക്രിസ്തു ചെയ്യുന്നത് ഒരു പുനഃസ്ഥാപനത്തിൻ്റെ പ്രക്രിയയാണ്. ഇവിടെ എന്താണ് കർത്താവ് പുനഃസ്ഥാപിച്ചത്? ഏതൊക്കെ മേഖലകളിലെ പുനഃസ്ഥാപനങ്ങളാണ് ഇവിടെ നടന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ലോകപ്രശസ്തമായ ഒരു ചരിത്രമുണ്ട്, ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് റീബിൽഡിങ് യുവർ ബ്രോക്കൺ വേൾഡ് എന്നാണ്. അത് എഴുതിയത് ഗോർഡൻ മാക്ഡൊണാൾഡ് എന്നൊരു പാസ്റ്ററാണ്. 1980-കളിൽ അദ്ദേഹത്തിൻ്റെ ചർച്ച് ആയിരക്കണക്കിന് ആൾക്കാർ കൂടി വരുന്ന വിധത്തിൽ ശക്തമായിട്ട് വളർന്ന് അദ്ദേഹത്തെക്കുറിച്ച് ലോകം മുഴുവനും സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് മുഴുവനും അദ്ദേഹം ഒരു അത്ഭുത വിഷയമായി. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ആ ചർച്ചിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് ആളുകളെ ഞെട്ടിച്ചുകൊണ്ട്, അവരെ എല്ലാം കണ്ണുനീരിലാഴ്ത്തിക്കൊണ്ട് ഒരു ഞായറാഴ്ച ആ പാസ്റ്റർ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുവാൻ യോഗ്യതയില്ല എന്ന ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു അധാർമികത സംഭവിച്ചിരിക്കുന്നു. ഇന്ന വിധത്തിലുള്ള ഒരു പാപം ഞാൻ ചെയ്തു. അത് ഞാൻ ഇവിടെ നിന്ന് കൺഫസ് ചെയ്യുകയും അതോടൊപ്പം ഈ ചർച്ചിൻ്റെ ശുശ്രൂഷയിൽ നിറങ്ങുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഭയങ്കര ബഹുമാനത്തോടെ കണ്ടിരുന്ന ആളുകൾക്ക് ഭയങ്കര ഷോക്കായി പോയത് കേട്ടത്. അതോടെ അദ്ദേഹത്തെ വിമർശിച്ച് കുറ്റപ്പെടുത്തി
അദ്ദേഹത്തെ ആ ദേശത്ത് തന്നെ ഒരു ഭയങ്കര കൂത്തുകാഴ്ചയാക്കി. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും കളഞ്ഞ്, അദ്ദേഹത്തിൻ്റെ ജീവിതവും തകർന്ന്, അദ്ദേഹത്തിൻ്റെ കുടുംബവും തകർന്ന് ഒരു വല്ലാത്ത കണ്ണുനീരിലൂടെ ഈ മനുഷ്യൻ പോയി. ഏകദേശം 7-8 വർഷങ്ങൾക്കപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വ്യക്തി കടന്നു വന്നു. തല ഉയർത്തുവാൻ കഴിയാത്ത കുറ്റബോധത്തിലിരുന്ന് ഈ പാസ്റ്ററുടെ അടുത്ത്, വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാൻ മനസ്സില്ലാതെ പട്ടിണി കിടന്ന് എല്ലും കോലുമായി തീർന്ന ഈ പാസ്റ്ററുടെ അടുത്ത്, സ്വയം നീറി തകർന്നുകൊണ്ടിരുന്ന ഈ പാസ്റ്ററുടെ അടുത്ത് ഒരു വ്യക്തി കടന്നു വന്നിച്ച് പറഞ്ഞു, നിങ്ങളെ പുനഃസ്ഥാപിക്കാൻ യേശുവിന് കഴിയും. ഈ മനുഷ്യൻ പറഞ്ഞു, വരുത്, അങ്ങനെ എന്നോട് പറയരുത്. ഞാനൊരു പാസ്റ്ററായിരുന്നു, ഞാൻ ഒത്തിരി പേരെ ഉപദേശിച്ചിട്ടുള്ളതാണ്, ഒത്തിരി പേര് ഞാൻ മുഖാന്തരം നന്നായിട്ടുണ്ട്, പക്ഷെ ഞാൻ പരാജയമായി. അങ്ങനെയൊന്നും പറയരുത്, യേശുവിനൊന്നും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. ഈ മനുഷ്യൻ അടുത്ത് എന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചു വെച്ച് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം, കർത്താവ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്, നിങ്ങൾക്കൊരു പുനഃസ്ഥാപനം നടക്കും. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകാൻ വന്നതല്ല, ആട്ടി ഓടിച്ചാൽ ഇവിടെ ഇരുന്നുകൊണ്ട് 100 കണക്കിന് തവണ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കും, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഹൃദയത്തിനകത്ത് ഉരുണ്ടുകൂടിക്കിടന്ന അന്ധകാരത്തിന്റെ നടുവില് ഒരൽപ്പം പോലും കാഴ്ചയില്ലാതെ ഇരുട്ട് മൂടിക്കിടന്ന ആ മനസ്സിന്റെ അകത്ത് ഒരു ചെറിയ മെഴുകുതിരി കത്തിച്ചു വയ്ക്കുന്നത് പോലത്തെ പ്രകാശം കൊടുത്തിട്ടാണ് അന്ന് ആ ദൈവമനുഷ്യൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. പിറ്റേ ദിവസം അതേ സമയത്ത് ആ മനുഷ്യൻ ആ വീട്ടിലേക്ക് തിരിച്ചു കയറി ചെന്നു. ഈ പാസ്റ്റർ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഏകദേശം മാസങ്ങൾ നീണ്ട സംഭാഷണത്തിനൊടുവിൽ അദ്ദേഹം പൂർണ്ണമായിട്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. പുനഃസ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകമാണ് റീബിൽഡിംഗ് യുവർ ബ്രോക്കൺ വേൾഡ്. തകർന്ന നിങ്ങളുടെ ലോകത്തെ എങ്ങനെ പണിതെടുക്കാമെന്നൊരു പുസ്തകം. ഇത് തകർന്നു കിടക്കുന്ന ഒത്തിരി പേർക്കൊരു മാർഗനിർദ്ദേശമായി. ഒത്തിരി പേർ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി കേൾക്കാൻ തുടങ്ങി. അദ്ദേഹം പിന്നീട് ചില വേദികളിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അദ്ദേഹം നിന്ന് ഓരോ വേദികളിലും അദ്ദേഹം വിളിച്ചു പറഞ്ഞു, പൊട്ടിത്തകർന്ന് തരിപ്പണമായി പോയൊരു പളങ്ക് പാത്രം പോലെ ശൂന്യമായിരുന്ന എന്നെ പെറുക്കിയെടുക്കുവാൻ ഒരു മനുഷ്യനെ എൻ്റെ അരികിലേക്ക് കർത്താവ് പറഞ്ഞു വിട്ടു. തകർന്നു കിടന്ന ഒരു പാത്രത്തെ വിളക്കിയെടുക്കുന്ന ഒരു ശില്പിയെ പോലെ ആ മനുഷ്യനിലൂടെ ക്രിസ്തു എന്നെ വിളക്കിയെടുത്തു, പുനഃസ്ഥാപിച്ചു. എൻ്റെ ജീവിതത്തിൽ നീറി എൻ്റെ ആയുസ് തീരുമെന്ന് ഞാൻ തന്നെ വിധി പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ, ശത്രു എന്നെ നോക്കി പരിഹസിച്ചപ്പോൾ, എൻ്റെ എല്ലാ വഴികളും അടച്ച് ബന്ധിച്ച് മുദ്ര വച്ചപ്പോൾ, എൻ്റെ ലോകത്ത് സൂര്യൻ അസ്തമിച്ചപ്പോൾ എൻ്റെ അരികിലേക്ക് ഒരു വെളിച്ചവുമായി ഒരു മനുഷ്യൻ കടന്നു വന്ന ചരിത്രം. ഞാൻ ഇവിടുന്ന് 2 കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞിട്ട് മുന്നോട്ട് പോവാം. ചർച്ചിൽ കടന്നു വന്ന് ആ രാത്രി നല്ല സന്തോഷമായി പങ്കെടുക്കാൻ അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ എൻ്റെ ഭാരം അറിയരുതെന്ന് വിചാരിച്ച് കാര്യമായിട്ട് നാം അഭിനയിക്കുമ്പോഴും പൊട്ടിത്തകർന്ന കളിമൺ പാത്രം പോലെ ശൂന്യമായി കിടക്കുന്ന അവസ്ഥയാണോ ദൈവപൈതലേ നിന്റെ ജീവിതം? ആരോടും നീ തുറന്നു പറയാത്ത ചില ഭാരങ്ങൾ നിന്നെ വേട്ടയാടുന്ന അവസ്ഥയിലൂടെയാണ് നീ പോകുന്നത്. ഒരുപക്ഷെ ദൈവപൈതലെന്ന് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുമ്പോഴും ഞാൻ ഒരിക്കലും ഒരു ദൈവപൈതലിന് അവകാശപ്പെട്ട പദവിയിലേക്കില്ല
എന്ന് 100 കണക്കിന് തവണ ഇനി ഞാൻ ഉയരുകയില്ലെന്നും ഇനി എനിക്ക് ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നും 100 കണക്കിന് പിശാച് വിധി പറഞ്ഞ് മുദ്ര ചെയ്ത ജീവിതമാണോ ദൈവപൈതലേ നിന്റെ ജീവിതം? അങ്ങനെയെങ്കിൽ ഇന്നിവിടെ നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ആ പടകിന്റെ അരികിലേക്ക് നടന്നു വന്ന കർത്താവ്, പൊട്ടിത്തകർന്ന ജീവിതവുമായി നിന്ന പത്രോസിന്റെ അരികിലേക്ക് നടന്ന് നടന്ന് നടന്നു ചെന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവിനെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഒരു പരിമിതികളുമില്ല. സ്തോത്രം. കുറച്ച് നാളുകൾക്ക് മുമ്പ് ദൈവസന്നിധിയിൽ കടന്നു വന്നൊരു ദൈവബോധലുമായിട്ട് ഞാൻ സംസാരിക്കുകയുണ്ടായി. എന്നോടിങ്ങനെ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ, ഞാനിനി പോകാത്ത ഇടങ്ങളില്ല. ഓരോരോ പാസ്റ്റർമാരെ അടുക്കൽ ഞാൻ കയറി ഇറങ്ങുമായിരുന്നു. എനിക്കൊരു വിടുതൽ കിട്ടണം. അവിടെ നിന്നൊന്നും കിട്ടിയില്ല. എനിക്കിനി എന്ത് ചെയ്യണമെന്നറിയില്ല. 2 കസേരയിട്ട് ഞാനും ആ വ്യക്തിയുമായിട്ട് ഇരുന്ന് സംസാരിച്ചത് ഞാൻ ഓർക്കുന്നു. അന്ന് ആ വ്യക്തി എന്നോട് തുറന്നു പറഞ്ഞ ജീവിതത്തിൻ്റെ കുറ്റബോധത്തിൻ്റെ വാതിലങ്ങ് തുറന്നപ്പോണ്ടല്ലോ, പൊട്ടിത്തകർന്നൊരു ജീവിതമായിരുന്നു. 1-2 നാളല്ല, 16 വർഷങ്ങൾ. 16 വർഷങ്ങൾ ഈ സഹോദരിയുടെ ശിരസ്, കഴുത്തിൽ ഒരു നുകം വെച്ചിട്ട് അടിമത്തത്തിലാക്കുന്നത് പോലെ ആ സഹോദരിയെ കുറ്റബോധം കൊണ്ട് വരിഞ്ഞു മുറുക്കിയിട്ട് ഉറക്കമില്ലാതാക്കി, ശരീരം ബലഹീനമാക്കി, കുടുംബം തകർന്ന് തരിപ്പണമായി, സമാധാനത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലും പല വ്യക്തികളുടെ അടുക്കലും മാറി മാറി നടക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവോട് പറഞ്ഞൊരു വാക്ക് ഞാൻ ആവർത്തിക്കുകയാണ്: നിന്റെ പാപം രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കുമെന്ന് പറഞ്ഞ കർത്താവ് ആ വ്യക്തിയെ സ്വാതന്ത്ര്യപ്പെടുത്തുന്നത് കാണാൻ ഇടവന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പം ഞാൻ പറയും, നമുക്കൊന്നും ഇനി ഒരു പുനഃസ്ഥാപനം സാധിക്കില്ലെന്നും ഇനി ഒരിക്കലും ഒരു മടങ്ങിവരവോ തിരിച്ചുവരവോ ഉണ്ടാവുകയില്ലെന്നും 100% എഴുതി മുദ്രവെച്ച സാഹചര്യത്തിൻ്റെ നടുവിലേക്ക് ഒരുവൻ നടന്നെടുക്കുന്ന കാഴ്ചയാണ് ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഉണങ്ങി വരണ്ടുണങ്ങിയ ഭൂമിയിലേക്ക് സകലത്തിൻ്റെയും സൃഷ്ടിതാവും സർവശക്തനുമായവൻ നടന്നെടുക്കുന്നൊരു കാഴ്ചയാണ് എനിക്കിന്ന് പകൽക്കാലം പറയാനുള്ളത്. ആമേൻ, സ്തോത്രം. ഉണങ്ങി വരണ്ടിരിക്കുന്ന മരുഭൂമി പോലുള്ള കുടുംബ ജീവിതത്തിൻ്റെ അകത്തേക്ക്, പൊട്ടിത്തകർന്നിരിക്കുന്ന പളുങ്കുപാത്രം പോലെയുള്ള വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്തേക്ക്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ വ്യക്തി ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ നടുവിലേക്ക് നടന്നെടുക്കുന്ന കാലൊച്ച. അതാണ് ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. അതിൻ്റെ 6-7 വാക്യങ്ങൾ ഞാനൊന്നും കൂടെ വായിക്കുകയാണ്. അതിങ്ങനെയാണ് പറയുന്നത്: അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളും സഹായിപ്പാൻ അവരെ മാടി വിളിച്ചു. അവർ വന്ന് പടക് 2ഉം മുങ്ങുവാറാകുവോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു. കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
ഒരു പാപിയായ മനുഷ്യന്റെ അടുക്കലേക്ക് സർവശക്തനായ ദൈവം നടന്നെടുക്കുകയോ? പാപം കൊണ്ട് മൂടപ്പെട്ടൊരു വ്യക്തി ജീവിതത്തിൻ്റെ അരികിലേക്ക് വിശുദ്ധനായ ദൈവം നടന്നെടുക്കുകയോ? ഒത്തിരി ഇടങ്ങളിൽ കയറി ഇറങ്ങി പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ച് പ്രതിക്രിയകൾ പലതും വരുത്തിയിട്ടും പാപത്തിന് പരിഹാരമില്ലാതെ നടക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ ചുറ്റോട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരു പ്രതീക്ഷയും അവശേഷിക്കാതെ പാപത്തിൻ്റെ കുറ്റബോധം കഴുകി വെടിപ്പാക്കുവാൻ കഴിയാത്ത ജീവിതങ്ങൾ അനവധി നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരാളായിട്ട് എടുത്തോ ഈ പത്രോസിനെ? പാപിയായ മനുഷ്യൻ, വെളിച്ചം കെടുത്തിക്കളഞ്ഞ മനുഷ്യൻ, പ്രതീക്ഷകൾ ഇല്ലാതാക്കിയ മനുഷ്യൻ, തെറ്റായ മാർഗത്തിലൂടെ നടക്കുന്ന മനുഷ്യൻ, ശരിയായത് തെരഞ്ഞെടുക്കുവാൻ തീരുമാനമെടുക്കാത്ത മനുഷ്യൻ, ഇങ്ങനെയുള്ളൊരു മനുഷ്യന്റെ അടുത്തേക്ക് നടന്നു എന്നിട്ട് കർത്താവ് അവനെ പുനഃസ്ഥാപിക്കുന്ന കാഴ്ചയിൽ ആദ്യം കർത്താവ് ചെയ്തത് അവൻ്റെ ഹൃദയത്തിനൊരു പുനഃസ്ഥാപനം കൊടുക്കുകയായിരുന്നു. സ്തോത്രം. പുനഃസ്ഥാപനത്തിൻ്റെ അടിസ്ഥാനം നടക്കുന്നത് ക്രിസ്തുവിനെ കേൾക്കുക എന്നുള്ളതിൽ നിന്നാണ്. പുനഃസ്ഥാപനത്തിൻ്റെ ഏറ്റവും ആഴമായ ക്രിയ വചനം കേൾക്കുക എന്നുള്ളതാണ്. ഞാനൊരു സത്യം കൂടെ നിങ്ങളോട് പറയട്ടെ. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നമ്മൾ പുറകോട്ട് പോയെന്ന് വിചാരിക്കുക. പുറകോട്ട് പോകാന്ന് പറഞ്ഞാൽ ആത്മീകമായി പുറകോട്ട് പോയെന്ന് വിചാരിക്കുക. ആദ്യം സംഭവിക്കുന്നത് തന്നെ അറിയാമോ? വചനത്തിൽ നമ്മൾ അന്യപ്പെടുക എന്നുള്ളതാണ്. വചനത്തിൽ നിന്ന് അന്യപ്പെടുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ തകർച്ചയുടെ ആരംഭം. ഒരു വ്യക്തിയുടെ പുനഃസ്ഥാപനം നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ്. എന്താണെന്ന് അറിയാമോ? ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുക. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കുക. ക്രിസ്തുവിൻ്റെ ശബ്ദത്തിൻ്റെ അടുക്കിലേക്ക് വന്നവരാരും, ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയവരാരും, ക്രിസ്തുവിനെ സ്വീകരിച്ചവരാരും പുനഃസ്ഥാപിക്കപ്പെടാതെ പോയ ചരിത്രമില്ല. ഈ നമ്മൾ നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ, മാനസികമായി തകർന്ന്, ഈ ഫിനാൻഷ്യലായിട്ട് തകർന്ന്, സാമൂഹികമായിട്ട് തകർന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പത്രോസ്. ആദ്യം കർത്താവ് ചെയ്ത് എന്നാന്ന് കേൾക്കണോ? ആ പടക് എനിക്ക് വേണ്ടി ഒന്ന് വിട്ടു തരാമോ? ആയിക്കോട്ടെ, പടക് മാറ്റിക്കൊടുത്തു. കർത്താവ് പറഞ്ഞതാണ്, ആഴത്തിലേക്കൊന്ന് ഇച്ചിരി ഒന്ന് വെള്ളത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാമോ എന്നാണ് ചോദ്യം. അപ്പോൾ പടക് നേരെ വെള്ളത്തിലേക്കൊരു ഇച്ചിരി മാറ്റിക്കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടത്, മാറ്റിക്കൊടുത്താൽ പിന്നെ പത്രോസിന് അവിടെ നിന്ന് പോകാൻ പറ്റില്ല. കാരണം ഈ പടക് വെള്ളത്തിൽ നിന്നാൽ, പടകിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, പടക് ആടി ഒലയും. രണ്ട്, വെള്ളത്തിൽ നിൽക്കുന്ന പടക് അത് പുറകോട്ട് പോവും, സൈഡിലോട്ട് പോവും. അപ്പോൾ വെള്ളത്തിലേക്ക് പടക് ഇറക്കിയാൽ ഇറക്കിയ ആളിത് പിടിച്ച് നിൽക്കണം. എന്ന് വെച്ചാൽ നമ്മൾ പറയുന്ന ഒരു ഭാഷയുണ്ട്, പത്രോസിനെ അങ്ങ് ലോക്ക് ചെയ്തു, ഓടിപ്പോവാതിരിക്കാൻ പിടിച്ചങ്ങ് ലോക്ക് ചെയ്തു. സ്തോത്രം. ഒരിക്കലൊരു മനുഷ്യൻ പറഞ്ഞതുപോലെ, ആ മനുഷ്യൻ പറയുക, അദ്ദേഹത്തിന് ഭയങ്കര അപകടം പറ്റിയിട്ട് കയ്യും കാലും ഒടിഞ്ഞ് 3 മാസം ഒറ്റ കിടപ്പായിരുന്നു. അപ്പം 3 മാസം കഴിഞ്ഞ് ഇദ്ദേഹത്തെ കാണാൻ ഒരാൾ ചെല്ലുക. അപ്പോൾ ഈ ചെല്ലുന്നയാളുടെ മുഖം മുഴുവനും ഭയങ്കര വീർത്തിരിക്കുക. പുള്ളി ഭയങ്കര സങ്കടപ്പെട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് കാണാൻ ഒരു അവസരം. അപ്പോൾ അങ്ങനെ ചെന്നിട്ട് റൂമിലേക്ക് കയറുമ്പം കരഞ്ഞു ബഹളം വെച്ച്, യോ ഇങ്ങനെ ഒരു ഗതികേട് നിങ്ങൾക്ക് പറ്റിയല്ലോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ മനുഷ്യനെ മറുപടി കേൾക്കണോ? ഞാനേ ഭയങ്കര ബിസിയായിരുന്നു, എനിക്കാണെങ്കിൽ ഒന്നിനും നേരമില്ല, ബിസി, എല്ലാത്തിനും സമയമുണ്ട്, ദൈവത്തിന് കൊടുക്കാൻ സമയമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ കർത്താവ് തീരുമാനിച്ചു, ഞാനും കർത്താവും കൂടെ ഒരു 3 മാസം വേണമെന്ന്. അങ്ങനെ എനിക്കൊരു അപകടം കിട്ടിയതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 3 മാസം ഞാൻ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ഒത്തിരി പഠിക്കാൻ അത് മുഖാന്തരം ആയെന്ന്. ഹല്ലേലൂയ. പുനഃസ്ഥാപനം സംഭവിക്കണമെങ്കിൽ ദൈവശബ്ദം കേൾക്കണം,
ദൈവശബ്ദം കേൾക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മളെ ഒന്ന് ലോക്ക് ചെയ്യണം. ഞാൻ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. അത് വേറൊന്നുമല്ല, എനിക്ക് വളരെ ക്ലോസ് ആയിട്ട് അറിയാവുന്ന ഒരാൾ എന്നോട് പറഞ്ഞു, ഒരു പെൺകുട്ടിയോടൊന്ന് സംസാരിക്കണം, അവൾ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. ഞാൻ എന്തു പറ്റി? വിശ്വാസിയാണ്, ദീർഘനാളുകളായിട്ട് വിശ്വാസത്തിലാണ്, പക്ഷേ അവളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തൊരു തകർച്ച. എന്താണ് ആ തകർച്ച? അവൾക്ക് ബാംഗ്ലൂരിൽ ഒരു ജോലി കിട്ടി, അവൾ നേരെ നല്ല ശമ്പളത്തിന് ജോലിക്ക് കയറി. അതൊരു അമേരിക്കൻ കമ്പനിയായിരുന്നു. അവരിലെല്ലാവരും ജോലിക്ക് കയറി, ഇവളുടെ ബാച്ച്മേറ്റ്സ് കയറിയതിൻ്റെ ഇടയ്ക്ക് ഇവക്കൊരു ദിവസം ഒരു ലെറ്റർ, ഇവക്ക് നേരെ ട്രാൻസ്ഫർ അമേരിക്കയിലോട്ട്. ആ കമ്പനിയുടെ അമേരിക്കയിലെ ബ്രാഞ്ചിലേക്ക് ഇവളെ വിട്ടിരിക്കുക. അമേരിക്കയിൽ ചെന്ന് ഇവൾ ഭയങ്കര സന്തോഷം. അവൾ ഭയങ്കര ലോൺ എടുത്ത് ഭയങ്കര ഒരു വീട് പണിതു, 75 ലക്ഷം രൂപയുടെ വീട് പണിതു. അങ്ങനെ അവൾ ഭയങ്കര രീതിയിൽ അങ്ങ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നായിരുന്നു സംഭവിച്ചത്. ഒരു ദിവസം ഒരു ലെറ്റർ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു. അവളാണെങ്കിൽ അവിടുത്തെ സിറ്റിസൺഷിപ്പിനും ഗ്രീൻ കാർഡിനും വേണ്ടിയുള്ള ലെറ്റർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കമ്പനിയുടെ അവളുടെ ടേം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത ഒരു ടെർമിനേഷൻ. നാട്ടിലേക്ക് തിരിച്ചു വന്നു. പിന്നെ ജോലി അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല. ഭയങ്കര ഹ്യൂജ് ഇതടയ്ക്കണം, ലോൺ അടയ്ക്കണം, അതിനുള്ള നിവൃത്തിയില്ല. അവൾ നേരെ ദൈവത്തെ ചോദ്യം ചെയ്ത്, ആത്മികതയെ ചോദ്യം ചെയ്ത്, പ്രാർത്ഥനയെ വിമർശിച്ച്, എൻ്റെ ഈ ആത്മാർത്ഥ സുഹൃത്തുനിന്ന് എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഈ മനുഷ്യൻ അവളോട് സംസാരിക്കുമ്പം ചർച്ചിലേക്ക് പോലും പോകാൻ തയ്യാറല്ലാതെ ആത്മഹത്യ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ എന്നോട് പറഞ്ഞു, അത്യാവശ്യമായി സംസാരിച്ചില്ലെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ ഒരു ഫ്യൂണറൽ നടക്കേണ്ടി വരും. അപ്പം ഞാൻ ഈ കൊച്ചിനോട് സംസാരിച്ചപ്പോഴെല്ലാം കർത്താവിനോട് പറഞ്ഞു, വചനം പറ. അവളതിന് ഭയങ്കരമായിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കന്ന് മനസ്സിലായൊരു കാര്യമുണ്ട്, ഒരു കൗൺസിലിങ്ങിനും ഹീൽ ചെയ്യാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്, ഒരു ചിന്തകൾക്കും ഹീൽ ചെയ്യാൻ പറ്റാത്ത ചില മേഖലകളുണ്ട്. അവിടെ ഹീലിംഗ് നടക്കുന്ന ഒരൊറ്റ കാര്യത്തിലൂടെയാണ്, ദൈവവചനം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, നിങ്ങൾ ഇടപെടുന്ന ഒരു വ്യക്തി ഒരിക്കലും സൗഖ്യമാകാൻ പറ്റാത്ത സാഹചര്യത്തിലോ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി വചനം വിളിച്ചു പറ. ഹൃദയത്തിൽ കർത്താവ് തരുന്ന വചനം വിളിച്ചു പറ. നിങ്ങൾ അകപ്പെട്ടു നിൽക്കുന്ന ഒരു സാഹചര്യത്തിന് നടുവിൽ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് വിധി പറയപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ വചനം വിളിച്ചു പറ. ഹൃദയത്തിനകത്തുനിന്ന് വചനം വിളിച്ചു പറ. നിങ്ങളുടെ കുടുംബത്തിനകത്ത് പൊട്ടി തകരുന്ന ഒരു സാഹചര്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, തലമുറയെ സംബന്ധിച്ചാകട്ടെ, കുടുംബത്തിനകത്ത് ജീവിത സാഹചര്യങ്ങളാകട്ടെ, ഏതെങ്കിലും ബന്ധിച്ച് മുദ്ര വെച്ച ചില അവസ്ഥകളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ആ സാഹചര്യത്തിന്റെ മുൻപിൽ നീ വചനം വിളിച്ചു പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദേഷ്യപ്പെട്ട് ഭയങ്കര വിഷമമുണ്ടാക്കി 1 ഇഞ്ച് സ്പേസ് തരാതെ ആക്രോശിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ അതിന് നേരെ വചനം വിളിച്ചു പറ. ഹല്ലേലൂയ, സ്തോത്രം. റെസ്റ്റോറേഷൻ, പുനഃസ്ഥാപനം അത് നടക്കുന്ന അടിത്തറ എവിടെ നിന്നാണെന്ന് അറിയാമോ? ആ പടകിൽ ഒരുവൻ എഴുന്നേറ്റ് നിന്ന് ഇടവും വലവും വിടാതെ ആ പടകിനെ പിടിച്ചോണ്ട് നിൽക്കാൻ പത്രോസിനെ ലോക്ക് ചെയ്ത് അവിടെ നിർത്തിയേച്ച് കർത്താവ് നിത്യതയെക്കുറിച്ച് പറഞ്ഞു, കർത്താവ് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞു, കർത്താവ് പ്രായോഗിക ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. ഇത് മുഴുവനും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നടക്കേണ്ടിയ പുനഃസ്ഥാപനം നടന്നു. നമുക്കറിയാവുന്നൊരു സത്യമുണ്ട് ദൈവമക്കളെ, ഹൃദയത്തിനകത്തൊരു പുനഃസ്ഥാപനം നടന്നാൽ ബാക്കി സകല മേഖലകളിലും പുനഃസ്ഥാപനം ഉണ്ടാവും. ആദ്യത്തെ പുനഃസ്ഥാപനം നടക്കേണ്ടത് വചനത്താലുള്ള പുനഃസ്ഥാപനം, വചനത്താലുള്ള സൗഖ്യം, വചനത്താലുള്ള വിടുതൽ, വചനത്താലുള്ള സ്വാതന്ത്ര്യം. അതേ, മനസ്സിൻ്റെ അകം മുഴുവനും നീറുന്ന ഭാരത്തിലുള്ള സൗഖ്യം വചനത്താലാണ്. നമ്മുടെ വീടുകളിൽ വചനം വിളിച്ചു പറയുന്ന ചിലരുണ്ടാകട്ടെ, നമ്മുടെ തലമുറകളോട് വചനം വിളിച്ചു പറയുന്ന ചിലരുണ്ടാകട്ടെ, നമ്മുടെ സാഹചര്യങ്ങളോട് വചനം വിളിച്ചു പറയുന്ന ചിലരുണ്ടാകട്ടെ.
ഉണ്ടാകട്ടെ. നിനക്കെതിരെ ഉയരുന്ന തിരമാലകളുടെ മുമ്പിൽ നിന്ന് വചനം വിളിച്ചു പറയുന്ന ആമേൻ ഒരു സാഹചര്യം നമുക്കുണ്ടാകട്ടെ. വെല്ലുവിളിയായി ഉയർന്നു വരുന്ന ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ വചനം വിളിച്ചു പറയുന്ന സ്വഭാവം നമുക്കുണ്ടാകട്ടെ. അതിലൂടെയാണ് ഒന്നാമത്തെ പുനഃസ്ഥാപനം സംഭവിക്കുന്നത്. എന്ത് പുനഃസ്ഥാപനം അവിടെ സംഭവിച്ചെന്നറിയാമോ? പത്രോസിനൊരു കാര്യം മനസ്സിലായി, ഞാൻ പാപിയാണെന്ന്. അവിടുന്ന് ദൈവത്തിൻ്റെ പണി തുടങ്ങുന്നത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ പരിശ്രമങ്ങളൊക്കെ ചെയ്ത് ബുദ്ധിയും ശക്തിയും സാമർഥ്യവും കഴിവും ഒക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി പണിത് മുന്നോട്ട് പോയി 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 കുറെ കഴിയുമ്പോൾ നമുക്കൊരു സത്യം മനസ്സിലായി, ഇതുകൊണ്ടൊന്നും ഇനി പോകാൻ പറ്റത്തില്ല. അവിടുന്നൊരു തിരിച്ചറിവ്, ഞാൻ അശക്തനാണ്, ബലഹീനനാണ്, എനിക്കിനി ഒരിച്ചിരി പോലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ്. അവിടുന്ന് എന്ത് ചെയ്യുന്നറിയാമോ? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം നടക്കുന്നത്, ഞാൻ ബലഹീനനാണ്, എന്നെക്കൊണ്ട് കഴിവില്ല, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇത് പറയുമ്പോൾ കർത്താവ് നിന്നെ പുനഃസ്ഥാപിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അതായത് പൗലോസിൻ്റെ ജീവിതത്തിൽ ഒരു പുനഃസ്ഥാപനവും പൗലോസിന് ആവശ്യമില്ലായിരുന്നു. പക്ഷേ കർത്താവ് പുള്ളിയെ അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞപ്പോൾ കണ്ണ് രണ്ടും കാണാതാക്കിയില്ലേ? അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി, ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഒരു സ്പർശനമില്ലാതെ പറ്റില്ല. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് വെച്ചാൽ നമ്മളെ നിരായുധരാക്കുന്നിടത്ത് നിന്നാണ് പുനഃസ്ഥാപനം തുടങ്ങുന്നത്. നമ്മൾ അശക്തരാണെന്നുള്ള തിരിച്ചറിവ് നമ്മളിൽ ഉണ്ടാകുന്ന നിമിഷത്തിൽ നിന്നാണ് കർത്താവിൻ്റെ കെട്ടുപണി നമ്മളിൽ ആരംഭിക്കുന്നത്. ഇതിങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ബാക്കി ഭൗമിക മേഖലയാണോ? കർത്താവ് എന്താ ചെയ്ത്? ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിടാൻ പറഞ്ഞു. കർത്താവേ, ഇത് ഞങ്ങൾ ചെയ്തതാണ്, ഞങ്ങൾക്ക് ഇതിലൊന്നും കിട്ടിയില്ല. കർത്താവ് പറഞ്ഞു, എന്നാലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് പത്രോസ് പറഞ്ഞു. വലയിറക്കി, പെരുത്ത മീൻകൂട്ടം, വല കീറാറായി, കൂട്ടാളികൾ വന്ന് സഹായിക്കാൻ വേണ്ടി. അവൻ സ്തോത്രം. നമ്മുടെ ഭൗമിക മണ്ഡലമൊക്കെ ദൈവത്തിന് നിസ്സാരമായിട്ട് ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഭൗമിക മണ്ഡലത്തിലും ദൈവം ഇങ്ങനെ മാറ്റുന്ന നമ്മൾ ഈ ഭൂമിയിൽ അങ്ങ് ഭയങ്കര, അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തമ്പുരാൻ അത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ഉറച്ചിരിക്കുക. ഹല്ലേലൂയ. ചില ഭൗമിക മേഖലകളെക്കുറിച്ച് നെടുവീർപ്പെടുന്നവർ ഇതിൻ്റെ നടുവിലുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിനത് നിസ്സാരം. പക്ഷെ മുഖ്യമായ വിഷയം അതല്ല. മുഖ്യമായ വിഷയം നമ്മുടെ പുനഃസ്ഥാപനം. നമ്മുടെ പുനഃസ്ഥാപനം നടന്നാൽ, വചനത്താലുള്ള പുനഃസ്ഥാപനം ഹൃദയത്തിൽ നടന്നാൽ, കർത്താവോടെ തെളിയിക്കുക ചെയ്തത്, നിന്നെ ഭാരപ്പെടുത്തിയ വിഷയം നിന്റെ ഭൗമികമാണോ? ആദ്യം മനസ്സിൻ്റെ അകത്ത് പുനഃസ്ഥാപനം നടന്നു കഴിഞ്ഞാൽ നീ നോക്കി നിൽക്കുമ്പോൾ ഒരു സാധ്യതയില്ലാത്ത സമയമാണ് പകല് മീൻ പിടിക്കാൻ പോകുന്നത്. അതൊന്നും ഞങ്ങൾ ഇവിടെ അധ്വാനിച്ചിട്ട് ഇവിടെ മുഴുവനും വലയിട ഒന്നും ഇല്ല, ശൂന്യമാണ്. എങ്കിലും നിന്റെ വാക്കിനെന്ന് പറഞ്ഞ് വലയിട്ടപ്പോൾ വല കീറാറാകും വണ്ണം നിറച്ചു കൊടുത്തത് ഒരു മെസ്സേജാ. ആ മെസ്സേജ് എന്താണെന്നറിയാമോ? നിന്റെ ഭൗമിക മണ്ഡലത്തിൻ്റെ കർത്താവ് ഞാനാണോ എന്നൊരു മെസ്സേജ്. ഞാൻ ഇവിടുന്ന് ഒരു ആത്മീക ഫോർമുല പറയാം. ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾക്കൊരു ഭാരമുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ. ഇപ്പോൾ ഉദാഹരണത്തിന് സാമ്പത്തിക മേഖലയാണെന്ന് വിചാരിച്ചോ. നിങ്ങൾ സാമ്പത്തിക മേഖലയിൽ അങ്ങ് ഭയങ്കര സ്ട്രെസ്സിലൂടെ പോവുകയാണ്. നമ്മൾ പറയത്തില്ലേ, ഓട്ടക്കീശയെ പൈസ ഇട്ട അവസ്ഥയാണ് നിങ്ങളുടെ, ഒന്നും നിൽക്കത്തില്ല. എത്ര ചവിട്ടി തുഴഞ്ഞിട്ടും തോണി മുന്നോട്ട് പോകുന്നില്ല. ഓക്കെ, ഞാനൊരു ഫോർമുല നിങ്ങളോട് പറയാം, ഒരു ആത്മീക പ്രിൻസിപ്പിൾ പറയാം. പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചോ, എൻ്റെ ദൈവമേ, എൻ്റെ ഭൗമികതയുടെ കർത്തൃത്വം ഞാൻ അങ്ങേക്ക് കൈമാറുക.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചോ, എൻ്റെ സാമ്പത്തിക മേഖലയുടെ ചരട്, അതിൻ്റെ കർത്തൃത്വം, അതിൻ്റെ നിയന്ത്രണം ഞാൻ അങ്ങേക്ക് വിട്ടുതരിക. അങ്ങനെ പറഞ്ഞങ്ങ് പ്രാർത്ഥിച്ചു നോക്കിയേ. ആമേൻ, സ്തോത്രം. ഭാവിയെക്കുറിച്ചാണോ നിൻ്റെ വേവലാതി? ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചേ, എൻ്റെ കർത്താവേ, എൻ്റെ ഭാവിയുടെ കർത്തൃത്വം ഞാൻ അങ്ങേക്ക് കൈമാറുക. തലമുറയെക്കുറിച്ച് ഇങ്ങനെ ഭയങ്കര നീറിപ്പോകുന്ന വിഷയമാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചു നോക്കിയേ, എൻ്റെ കർത്താവേ, എൻ്റെ തലമുറയെ സംബന്ധിച്ചുള്ള കർത്തൃത്വം ആ കരങ്ങളിലേക്ക് ഞാൻ കൈമാറുക. ഹല്ലേലൂയ. അവൻ നിന്റെ ബോട്ടിൻ്റെ കർത്തൃത്വം എടുത്താൽ, അവൻ നിന്റെ വലയുടെ കർത്തൃത്വം എടുത്താൽ, അവൻ നിന്റെ ഹൃദയത്തിൻ്റെ കർത്തൃത്വം എടുത്താൽ, 4 പേർ കാണുകേ അവൻ്റെ കർത്തൃത്വം എന്തെന്ന് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഒരു കെട്ടഴിയും. എന്താണ് ആ കെട്ടെന്ന് ചോദിച്ചാൽ, ഞാൻ എനിക്ക് എൻ്റെ പ്രയാസം, എൻ്റെ പ്രതിസന്ധി, എൻ്റെ പരിശ്രമം, എൻ്റെ പരാജയം, ഈ എൻ്റെ ഉണ്ടല്ലോ അങ്ങ് മാറും. കർത്തൃത്വം അവിടെയാണെങ്കിൽ പിന്നെ പരാജയം ഉണ്ടെങ്കിൽ കർത്താവ്, വിജയമുണ്ടെങ്കിലും കർത്താവ്, നേട്ടമുണ്ടെങ്കിലും കർത്താവ്, കോട്ടമുണ്ടെങ്കിലും കർത്താവ്. ആമേൻ. നിന്റെ ജീവിതത്തിൻ്റെ കർത്തൃത്വം കർത്താവിൻ്റെ കയ്യിലേക്ക് ഹാൻഡ് ഓവർ ചെയ്താൽ ഒരു പുനഃസ്ഥാപനം നടന്നിരിക്കും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അത് സംഭവിച്ചത് നമുക്കറിയാവുന്ന ഒത്തിരി സന്ദർഭങ്ങളിൽ അങ്ങനെ ആമേൻ, സ്തോത്രം, നടന്നിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ ഓർക്കും, ദാവീദിൻ്റെ കാര്യം പറഞ്ഞ പോലെ, ദാവീദിൻ്റെ ആ വ്യക്തിപരമായ ജീവിതത്തെ എന്തോരം തകർക്കാനാണ് ആ ശൗലിൻ്റെ വാക്കുകൾ. നീ ഒരു ബാലനാണ്, 1, നിനക്ക് യുദ്ധാഭ്യാസമില്ല, 2, പടച്ചട്ട പോലും നിനക്ക് ചേരുന്നില്ല, നീ എന്ത് ചെയ്യാൻ പോവുകയാണ്. ഇച്ചിരി കൂടെ മുന്നോട്ട് പോയപ്പം ഗോലിയാത്ത് പറയാ, നീ എന്നാ കോലും വടിയുമായിട്ട് എൻ്റെ നേരെ വരാൻ, ഞാൻ എന്നാ വല്ല മൃഗമാണ്, നിന്നെ ഞാൻ പിച്ച് ചീന്തും, ഇഞ്ചിഞ്ചായിട്ട് ഞാൻ പക്ഷികൾക്ക് തിന്നാൻ നിന്നെ എറിഞ്ഞിട്ട് കൊടുക്കും. ഇതെല്ലാം കൂടെ പറഞ്ഞപ്പോൾ ദാവീദ് തിരിച്ചു പറഞ്ഞ വാക്കനാന്ന് കേൾക്കണോ, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ. ഹല്ലേലൂയ. എനിക്ക് പറയാനുള്ളത് എന്നെക്കുറിച്ചല്ലെന്ന് നീ പറയുന്ന എന്നെക്കുറിച്ചല്ലേ, ശൗല് പറഞ്ഞ എന്നെക്കുറിച്ചല്ലേ. ഞാനില്ല, എൻ്റെ കർത്തൃത്വം നടത്തുന്ന, ഈ നാളുകൾ മുഴുവനും എന്നെ നടത്തിയ, എൻ്റെ കുടുംബത്തെ, എൻ്റെ ജീവിതത്തെ, എൻ്റെ ഭാവിയെ മുഴുവനും ഇടയനായി നടത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ദൈവം, 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 ദൈവം. എത്ര തവണയാ ദാവീദ് ആവർത്തിച്ച് പറയുന്നറിയോ, ദൈവം, 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 ദൈവം. ഹന്നയോട് പറഞ്ഞത് എന്താ? പെനീന പറഞ്ഞത് ചിലപ്പോൾ ഒരുപക്ഷെ നീ ശപിക്കപ്പെട്ടവളെന്നായിരിക്കും. ചിലപ്പം ആൾക്കാർ മുഴുവൻ അങ്ങനെ പറഞ്ഞു കാണും. വേറെ ചിലർ എന്തിനാണ് എന്നും പ്രാർത്ഥിക്കാൻ പോലെ എന്താണെന്ന് ചോദിച്ചു കാണും. ഇതെല്ലാം പറഞ്ഞെങ്കിലും അവൾ പറഞ്ഞു, എൻ്റെ ദൈവമേ. ഞാനിങ്ങനെ പലപ്പോഴും പറയാറുണ്ട്, ആദ്യമൊക്കെ അവൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് കാണുമായിരിക്കും, എനിക്ക് ഭർത്താവിൻ്റെ സ്നേഹം പതുക്കെ പതുക്കെ നഷ്ടപ്പെടുന്നു കർത്താവേ, എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ചു കിട്ടണമെങ്കിൽ എനിക്കൊരു കുഞ്ഞുണ്ടാവണം, അതുകൊണ്ട് എനിക്കൊരു കുഞ്ഞിനെ തരാമോ? ദൈവം പറഞ്ഞു, ആയില്ല, ഇനിയും വളരാൻ കിടക്കുക. കുറേ കൂടെ കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു കാണും, പെനീനെ എന്നെ എപ്പോഴും നിന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉപദ്രവിക്കുകയാണ്, അവളൊക്കെ ദൈവത്തിനെയാണ് ഈ കുറ്റം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുന്നിലൊക്കെ തല ഉയർത്തി നടക്കാൻ എനിക്കൊരു കുഞ്ഞു വേണം. കർത്താവ് പറഞ്ഞു, ഇല്ല, ആയില്ല, ഇനിയും വളരാൻ കിടക്കുക. ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഭാവന കാണുക, ഒരു ദിവസം അവൾ ദൈവസ്ഥലിലേക്ക് ചെന്നത് ഈ കർത്തൃത്വം പൂർണ്ണമായിട്ട് വിട്ടുകൊടുത്തിട്ടാണ്. അവൾ പറഞ്ഞു കാണും, കർത്താവെ, ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നോ, ഭർത്താവിൻ്റെ സ്നേഹം തിരിച്ചു പിടിക്കാനുള്ളൊരു കൊച്ചിനെ ചോദിച്ചില്ലേ? വേണ്ട കേട്ടോ. പെനീനയുടെ മുമ്പിലൊക്കെ തല ഉയർത്തി നടക്കാൻ ഒരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞില്ലേ? വേണ്ട കേട്ടോ. പക്ഷേ അങ്ങേക്ക് വേണ്ടി വളർത്താൻ എനിക്കൊരു കുഞ്ഞിനെ വേണം. അന്ന് അവളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായിരുന്നു. ഹല്ലേലൂയ. എന്നവളുടെ കുഞ്ഞ് എന്ന സ്വപ്നത്തിൻ്റെ കർത്തൃത്വം കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തോ, അന്ന് ദൈവം അതിന് മുദ്ര ചെയ്തു.
ഹല്ലേലൂയ. നിന്നെ ഭാരപ്പെടുത്തുന്ന വിഷയത്തിന്റെ കർത്തൃത്വം ആ കരങ്ങളിലേക്ക് നീ ഏൽപ്പിച്ചോ. നിന്നെ നീറുന്ന വേദന പിടിക്കുന്ന ആ വിഷയം കർത്താവിന്റെ കർത്തൃത്വത്തിലേക്ക് നീ അങ്ങ് വിട്ടുകൊടുത്തോ. നിനക്ക് നേരെ തുറിച്ചു നോക്കുന്ന ആ ഭാരത്തെ കർത്താവിന്റെ കർത്തൃത്വത്തിലേക്ക് നീ അങ്ങ് വിട്ടുകൊടുത്തോ. എന്നിട്ട് പറ, എൻ്റെ ജീവിതത്തിന്റെ ഇന്ന മേഖലയുടെ കർത്തൃത്വം ഞാൻ അങ്ങേക്ക് തരികയാ. എൻ്റെ ഇന്ന വിഷയത്തിന്റെ കർത്തൃത്വം ഞാൻ അങ്ങേക്ക് വിട്ടു തരികയാ. എൻ്റെ ഭാവിയുടെ, എൻ്റെ ജീവിതത്തിന്റെ, എൻ്റെ സാഹചര്യത്തിന്റെ, തലമുറയുടെ, എൻ്റെ സമ്പത്തിന്റെ, എൻ്റെ വരുമാനത്തിന്റെ, എൻ്റെ ജോലിയുടെ സകല കർത്തൃത്വവും അങ്ങേക്ക് ഞാൻ വിട്ടു തരികയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. അപ്പോൾ പുനഃസ്ഥാപനം എന്ന് പറയുന്നത് ആ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ ചെയ്തതുപോലെ. പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി. ഇനിയിപ്പം കടക്കാർ വന്നിരിക്കുകയാണ് അവിടെ മക്കളെ പിടിച്ചുകൊണ്ട് പോകാൻ. അവൾ നേരെ ദൈവസനിലേക്ക് ചെന്നേച്ച കർത്തൃത്വം അങ്ങോട്ട് വിട്ടുകൊടുത്തു. അപ്പോൾ അവൾക്കുള്ളത് എന്തോ അതിൻ്റെ കർത്തൃത്വം കർത്താവ് അങ്ങ് ഏറ്റെടുത്തപ്പോൾ അവളുടെ എണ്ണ തീർന്നു പോയില്ല. ആ ദേശത്തുള്ള പാത്രങ്ങൾ മുഴുവനും നിറയ്ക്കത്തക്കവണ്ണം ആ എണ്ണ അത് അവളുടെ സമൃദ്ധിയോടെ അവളുടെ ബുദ്ധിമുട്ട് തീർക്കാൻ മുഖാന്തരമാക്കിയെങ്കിൽ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു പുനഃസ്ഥാപനം നടത്തുവാൻ ശക്തനായവൻ ഇതിൻ്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മെ കരങ്ങളിൽ പിടിച്ചാൽ ഒരു പുനഃസ്ഥാപനം നടക്കും. അവൻ വഴി തുറന്നാൽ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. ആദ്യം സംഭവിക്കേണ്ടത് വചനത്താലുള്ള വിടുതൽ. അബ്രഹാം ഒത്തിരി കേട്ട് കാണും, കൽദായരിൽ നിന്ന് ഒത്തിരി നിന്ദകൾ കേട്ട് കാണും. എങ്ങോട്ട് പോകുന്നെന്ന് വിചാരിച്ച, എന്തിനു പോകുന്നെന്ന് വിചാരിച്ച. രൂത്ത് എന്തോരം കേട്ട് കാണും നവോമിയുടെ പുറകെ പോയപ്പോൾ. മിസ്രയീമിൽ നിന്ന് മോശ എന്തോരം കേട്ട് കാണും ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്ന നിരസിച്ചപ്പോൾ. ഇതിനൊക്കെ കാരണം എന്നറിയാമോ? കർത്തൃത്വം കർത്താവിൻ്റെ കയ്യിലാണ്. നിരാശപ്പെടുത്താൻ വേണ്ടി, അന്ധകാര ഹൃദയത്തിനകത്തേക്ക് വലിച്ചെറിയാൻ വേണ്ടി കൊണ്ടുവരുന്ന വിഷയങ്ങളുടെ മുമ്പിൽ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ രഹസ്യം അതിൻ്റെ കർത്തൃത്വം അങ്ങ് വിട്ടുകൊടുത്തരെ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചർച്ചിൻ്റെ വിഷയത്തിലും മറ്റു പല വിഷയങ്ങളിലും ആമേൻ ഭാരപ്പെട്ട് ചിലപ്പോൾ ദൈവസ്ഥലിരിക്കും. ആമേൻ സ്തോത്രം. ചിലപ്പം ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും പേര് ഇവിടെ ഇരിപ്പുണ്ടല്ലോ, നമ്മളെല്ലാം പല സ്വഭാവങ്ങളുള്ളവരാണ്. ചിലപ്പോൾ നമുക്ക് മുറിവേൽക്കും. അപ്പം അങ്ങനെ ഒരു പാസ്റ്റർ എന്ന നിലയിൽ ചിലപ്പോൾ എനിക്കും മുറിവേൽക്കും. അപ്പം അങ്ങനെ ഒരു വ്യക്തിയിൽ നിന്ന് എനിക്ക് മുറിവേറ്റും. അപ്പം ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത വിധത്തിൽ അങ്ങനെ ഒരു സാഹചര്യം, ഭയങ്കര മുറിവ്. ആ മുറിവെന്ന് മാത്രമല്ല, ആ വ്യക്തി അവരോട് ഇവരോടൊക്കെ ആവശ്യമില്ലാത്തത് പറഞ്ഞു. അപ്പോൾ ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഭയങ്കര ഭാരമായി. അപ്പോൾ ഞാൻ ദൈവസ്ഥലിരുന്ന്, കർത്താവ് എന്താ ഈ സംഭവിക്കുന്നത്? മനസ്സാവാച ചിന്തിക്കാത്തൊരു കാര്യം ഇങ്ങനെ മുറിവേൽക്കുന്നല്ലോ. ഉടൻ തന്നെ കർത്താവിൻ്റെ മറുപടി, ആ ചർച്ച ആരുടെയാണെന്ന് ചോദിച്ചു. അവന് കർത്താവിൻ്റെ. എന്നാൽ പിന്നെ നീ എന്തിനാണ് വിചാരപ്പെടുന്നത്? ഞാനങ്ങ് എടുത്തല്ലോ. കർത്തൃത്വം അങ്ങോട്ട് വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മളിതും പിടിച്ചോണ്ടിരിക്കത്തില്ല. ഹല്ലേലൂയ. നിനക്കുള്ളതെല്ലാം കർത്താവിൻ്റെ അല്ലേ? അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പിശാച് കൊണ്ടുവരുന്ന ആ നുകമൊക്കെ എടുത്ത് കഴുത്തിലേക്ക് വയ്ക്കുന്നത്? അതിനെ പൊട്ടിച്ച് ദൂരക്കളാ. എന്നിട്ട് പറ, എൻ്റെ കർത്താവേ, എൻ്റെ കർത്തൃത്വം അങ്ങേക്ക്. ഗെന്നേസരത്ത് തടാകത്തിലേക്ക് നടന്നു വന്നവൻ ഇന്നു പകൽ നിന്റെ ജീവിതത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ച, ആ കുടുംബത്തിലേക്കും ആ ഭാരത്തിലേക്കും അതെ ബന്ധിച്ചു മുദ്ര വെച്ചിരിക്കുന്ന ജീവിത സാഹചര്യത്തിലേക്ക്, നീറി പുകയുന്ന ജീവിത അന്തരീക്ഷത്തിലേക്ക് അവൻ ഇറങ്ങി വന്നേച്ച് വചനത്താലുള്ളൊരു സൗഖ്യം നമ്മുടെ ഹൃദയത്തിനകത്ത് തന്നിട്ട് ബാക്കിയുള്ള നമ്മളെ ഭാരപ്പെടുത്തുന്ന സകല മേഖലകളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പുനഃസ്ഥാപനത്തിലേക്ക് ദൈവം നടത്തട്ടെ. ഹല്ലേലൂയ. അത് വചനത്തിൽ നിന്ന് ആരംഭിക്കട്ടെ. അത് ദൈവിക ബന്ധത്തിൽ നിന്ന് ആരംഭിക്കട്ടെ. നമ്മെ പുനഃസ്ഥാപിക്കുന്ന കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവസ്ഥാനത്തിലേക്ക് നമ്മെ തന്നെ ഈ വചനത്തിന് മുമ്പേ സമർപ്പിക്കാം. ഹല്ലേലൂയ. നമുക്ക് ദൈവസ്ഥാനത്തിൽ എഴുന്നേറ്റ് നിന്ന് ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം.